2022 ഇറങ്ങിയ ചുണ്ടനാണ്. 2 വർഷം ഫൈനൽ മത്സരം ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. 4 ചുണ്ടൻ വെള്ളങ്ങൾ ഓരോന്നും വീരോടും വാശിയോടും തുഴഞ്ഞു മുന്നേറുകയാണ്. ഇനിയുള്ള 4 ആരാണ് വെള്ളിക്കപ്പിൽ മുത്തമിടുക? 71ാമത് നെഹ്റു ട്രോഫി ആര് ജയിക്കും? ഇതുവരെ നടന്ന 71 നെഹ്റു ട്രോഫികളിൽ 21 ചുണ്ടൻ വള്ളങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ ഇതുവരെയും വിജയം നേടാൻ സാധിക്കാത്ത 2 ചുണ്ടൻ വള്ളങ്ങളാണ് മേൽപ്പാടവും നിരണവും. 23 ബോട്ട് ക്ലബ്ബുകളാണ് വിജയിച്ചിട്ടുള്ളത്. അതിൽ വിജയിക്കാത്ത 3 ബോട്ട് ക്ലബ്ബുകളാണ് നിരണത്തിലും നടുഭാഗത്തിലും വിയവരത്തിലുമായി വരുന്ന വില്ലേജ് ബോട്ട് കൈനകരിയും പുന്നമട ബോട്ട് ക്ലബ്ബും അതോടൊപ്പം തന്നെ നിരണം ചുണ്ടനിൽ തുടയുന്ന നിരണം ബോട്ട് ക്ലബ്ബും. ഈ 3 ബോട്ട് ക്ലബ്ബുകൾക്കും കന്നിക്കിരീടം ലക്ഷ്യം വെച്ച് തുഴയെറിയുമ്പോൾ മേൽപ്പാടത്തിൽ പള്ളാത്തുരുത്തി വരുന്നത് 6ാം വിജയം, തുടർച്ചയായ 6ാം വിജയം. 7 തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള പള്ളാത്തുരുത്തി 8ാം വിജയത്തിന് വേണ്ടി തുടർച്ചയായ 6ാം വിജയത്തിന് വേണ്ടി തുഴയെറിയുന്നു. ആരാവും വിജയിക്കുക? ഒപ്പത്തിനൊപ്പമാണ് വരുന്നത്. ഒപ്പത്തിനൊപ്പം മേൽപ്പാടം അല്പം മുമ്പിലുണ്ട്. നടുഭാഗവും ഒപ്പത്തിനൊപ്പമുണ്ട്. വിയവരം നിരണം ആരും വിട്ടുകൊടുക്കുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 2024 നെഹ്റു ട്രോഫിയുടെ തനി ആവർത്തനമാവുകയാണ് ഈ മത്സരവും. ഫോട്ടോ ഫിനിഷിലേക്ക് പോവുമോ? മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസമെങ്കിൽ അത് ആ 2 വള്ളങ്ങൾക്കും വീതിച്ചു നൽകാനുള്ള തീരുമാനം ഇത്തവണ മുതൽ നടപ്പാക്കുകയാണ്. ആരാകും എന്നത് ആർപ്പുവിളികൾ നിറയുന്ന, ഏറ്റവും ആവേശം നിറയുന്ന ആ ഒരു മനോഹര കാഴ്ചയിലേക്ക് ഇങ്ങ് കിഴക്കിന്റെ വെന്നീസിൽ ആലപ്പുഴ പട്ടണത്തിന് നടുവിൽ ഇങ്ങ് പുന്നമട ഇതാ സാക്ഷ്യം വഹിക്കുകയാണ്. വലിയ ആവേശത്തോടെ, ആവേശത്തിനപ്പുറത്തേക്ക് വലിയ ആത്മവിശ്വാസത്തോടെ ഇരു കരകളും അങ്ങനെ ആർപ്പ് വിളിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നു. തങ്ങളുടെ കര ഇത്തവണ കപ്പടിക്കുമെന്നുള്ള നടുഭാഗവും അല്പം മുമ്പിലാണ്. മേൽപ്പാടം പിന്നിലേക്ക് പോയി. വിയവരവും ഒപ്പത്തിനൊപ്പമുണ്ട്. എന്തു തന്നെയായാലും വീറും വാശിയും നിറഞ്ഞ മത്സരം. ആരാവും ജയിക്കുക എന്നത് അവസാന ഘട്ടത്തിൽ മാത്രമേ അറിയൂ. കഴിഞ്ഞ ഹീറ്റ്സ് മത്സരത്തിൽ നമുക്കറിയാവുന്നതാണ്, പിന്നിൽ നിന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അവസാന നിമിഷമാണ് UBCയെ പിന്നിലാക്കിക്കൊണ്ട് ഒരു തുഴപ്പാട് മുന്നിൽ കയറിയത്. അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം 4 ചുണ്ടൻ വള്ളങ്ങൾ വരുന്ന കാഴ്ച തന്നെയാണ് ഈ ഫൈനലിലും കാണാൻ കഴിയുന്നത്. മേൽപ്പാടം നിരണം, നടുഭാഗം വിയവരം. ആര് നേടും? വിയവരം അല്പം പിന്നിലാണെന്ന് തോന്നുന്നു. എന്തു തന്നെയായാലും നടുഭാഗം നിരണം 2 ചുണ്ടൻ വള്ളങ്ങളും ഒപ്പത്തിനൊപ്പമുണ്ട്. മേൽപ്പാടവും തുഴഞ്ഞ് മുന്നേറാൻ ശ്രമിക്കുന്നു. വലിയ മത്സരം, വീറും വാശിയും നിറഞ്ഞ മത്സരം. ഇരു കരകളിലും ആവേശം അണപൊട്ടിക്കഴിഞ്ഞു. വലിയ ഒരു കാത്തിരിപ്പിന് വിരാമം. കണ്ടുപോയി ആവേശം, കേട്ടുപോയി ആരവം. ഇതാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. ഇതാണ് ആലപ്പുഴയുടെ ഹൃദയം നിറകുന്ന വള്ളങ്ങളെ. ഇതാണ് ഹൃദയം നിറഞ്ഞ് ആലപ്പുഴ ഒന്നാകെ ലോകത്തിന് മുന്നിൽ ആലപ്പുഴയെ അടയാളപ്പെടുത്തിയ ആ ജലമാമ്പാകത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലേക്ക്, മേൽപ്പാടം അല്പം മുമ്പിലായി കയറിയിട്ടുണ്ട്. അല്പമല്ല, 3/4 വള്ളപ്പാട് മുന്നിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിരണവും ഒപ്പമുണ്ട്. നടുഭാഗവും തുഴഞ്ഞു കയറുകയാണ്. ആ വീറും വാശിയും അതിൻ്റെ അതിർവരമ്പുകളെല്ലാം കടന്നു മുന്നേറുന്ന ഒരു പോരാട്ടം. മേൽപ്പാടമാണോ, നിരണമാണോ, നടുഭാഗമാണോ, വിയവരമാണോ, ഒന്നും പറയാൻ കഴിയാത്ത മത്സരം. അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ മേൽപ്പാടം അല്പം മുമ്പിലാണ്. എന്നാൽ നിരണവും തുഴഞ്ഞു കയറുകയാണ്. നടുഭാഗവും തുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അവസാന ലാക്കിലേക്ക് വരുന്നു. മേൽപ്പാടം മുമ്പിലാണ്. എന്നാൽ മേൽപ്പാടത്തിനോടൊപ്പം പിടിക്കാൻ നിരണം തുടരുന്നു. അതിനോടൊപ്പം തന്നെ നടുഭാഗം, മേൽപ്പാടം ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നില്ല. വിയവരം നേടിയത് പ്രതീക്ഷിക്കാം. വിയവരം ചുണ്ടനാണ് വിജയിച്ചതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ ഫോട്ടോ ഫിനിഷിൽ തന്നെ 71ാം നെഹ്റു ട്രോഫി ജലോത്സവവും അവസാനിച്ചിരിക്കുന്നു. 2025-ലും 24-ലും സമാനമായ ഫോട്ടോ ഫിനിഷ് മത്സരം. വിയവരം ചുണ്ടൻ എന്നൊരു ചെറിയ സാധ്യത കാഴ്ചകളിൽ കാണാം. എന്നാൽ അവസാന ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കേണ്ടി വരും. വീറും വാശിയും അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച ഫൈനൽ മത്സരത്തിൽ ആരാണ് വിജയിച്ചതെന്നത്
ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്തു തന്നെയായാലും ഇതാണ് ജലോത്സവ പ്രേമികൾ കാത്തിരുന്നത്. ആര് ജയിച്ചാലും ഇങ്ങനെ ഒരു മത്സരം, ഈ ആവേശം അതാണ് കാണേണ്ടത്, ഈ വീറും വാശിയും അതാണ് കാണേണ്ടത്. ഇത് തന്നെയാണ് ഓരോ ജലോത്സവ പ്രേമികളും കാത്തിരുന്ന മത്സരം. തീർച്ചയായും എത്ര മനോഹരമായ ഒരു ദൃശ്യത്തിനാണ് നമ്മൾ സാക്ഷിയായത്. മനുഷ്യ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആലപ്പുഴയിലെത്തണം. ഈ നെഹ്റു ട്രോഫി നടക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടേക്ക് എത്തണം. ഹൃദയം നിറഞ്ഞ ഈ ആഘോഷത്തിലൊന്ന് പങ്കുചേരണം. അത്ര വലിയ ഒരു പോരാട്ടം ഇവിടെ വന്ന് ഈ ഒരു നിമിഷം നിന്നാൽ മാത്രമേ എന്താണ് വള്ളംകളിയുടെ ആവേശമെന്ന് നമുക്ക് പറയാനാകൂ. കാരണം വാക്കുകളിൽ വിവരിക്കുന്നതിന് ഒരുപാട് പരിമിതി കൊണ്ട്, കാരണം അത്രയേറെ ആവേശമുണ്ട്. ആത്മവിശ്വാസത്തോടെ ഓരോ കരകളും തുടങ്ങുന്ന ആ ഒരു ആഘോഷം അതോടൊപ്പം തന്നെ